നിൽക്കുന്നു. ഗോപാൽജി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കോളേജിലെ പരിപാടി? ഉള്ളത് പറയാലോ, നല്ല ബോറായിരുന്നു. എന്തിനാ ഗോപാൽജി സ്വന്തം കാശ് കളഞ്ഞ് ഇങ്ങനെ നാണം കിടന്ന്? ജസ്റ്റിന്റെ അമ്മയ്ക്ക് കാശ് കൊടുത്ത് ഗോപാൽജി ആണെങ്കിലും പേര് മുഴുവൻ കിട്ടിയത് മഹിമയ്ക്ക. ദുഷ്ടനായ ഗോപാൽജിയെ മഹിമ മുട്ടുകുത്തിച്ചെന്നാ നാട്ടുകാർ പറയുന്നത്. അവൾ എന്നെ ഇത്രയും അപമാനിച്ചിട്ടും ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ മിണ്ടാതെ നിന്നാ ആളുകൾക്ക് എന്നോടുള്ള പേടിയും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അവർക്ക് സംസാരിക്കാനുള്ളൊരു കഥയായി മഹിമ മാറണം. എന്നോട് കളിച്ച മഹിമയുടെ ഗതിയാവുമെന്ന് എല്ലാവരും ഒന്ന് പറയണം. അതിന് ആദ്യം അവളൊരു കേസിൽ അറസ്റ്റ് ചെയ്യണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിങ്ങെടുക്കും മോളെ. ഇത് മരിച്ചുപോയ എന്റെ ഭാര്യയുടെ ആഭരണങ്ങളാ. ഈ അടുത്ത് സ്വപ്നയ്ക്ക് ഞാനത് കൊടുത്തിരുന്നു. ഇതിലെ ആഭരണങ്ങള് മുകുന്ദന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിക്കണം. ഞങ്ങള് രാവിലെ ആഭരണം കാണാനില്ലെന്ന് സ്വപ്നയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിച്ചോളാം. കൂടെ സ്വപ്നയ്ക്ക് മഹിമയെ സംശയമുണ്ടെന്നും പറയിപ്പിക്കാം. അവര് മുകുന്ദന്റെ വീട്ടിൽ വന്ന് തിരയുമ്പോ ആഭരണങ്ങളും കിട്ടണം. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പോ. പോലീസിനെ കൊണ്ട് മഹിമയ്ക്ക് നല്ല ഇടി കൊടുപ്പിക്കണം. അവൾ ഈ ജന്മത്ത് ഞങ്ങളോട് ഉടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. മഹിമയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ജയിലിൽ അനുഭവിച്ച വിഷമം എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കട്ടെ. ഇത് ഞങ്ങൾ ഏറ്റു ഗോപാൽജി. എന്നാ ചെല്ല്. അവരുടെ ആരുടെയും കണ്ണിപ്പെടാതെ വേണത് ഒളിപ്പിക്കാൻ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഗോപാൽജി. സൂക്ഷിച്ചു പോ. ശരി. അബിയെയും ബിബിയെയും ഈ പണി ഏൽപ്പിക്കണായിരുന്നോ? നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഏൽപ്പിച്ച പോരായിരുന്നോ? ഇതാ ഞാൻ പറയുന്നേ, നിനക്ക് പ്രായോഗിക ബുദ്ധിയില്ലാന്ന്. അവിടെ ആഭരണങ്ങൾ ഇടുന്നതിനിടയില് ഇവരെങ്ങാനും പിടിക്കപ്പെട്ടാലോ? നമ്മുടെ ആളുകളാണെങ്കിൽ എല്ലാവർക്കും ഇതിന് പുറകില് നമ്മളാണെന്ന് മനസ്സിലാവും. ഇവന്മാരാണെങ്കിൽ മഹിമയായിട്ടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരില് അവളെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് നമുക്ക് വരുത്തി തീർക്കാം. ശത്രുക്കൾക്ക് പണി കൊടുക്കാൻ മാത്രം പഠിച്ചാ പോരാ, തിരിച്ചിങ്ങോട്ട് പണിയൊന്നും വാങ്ങാതിരിക്കാനും പഠിക്കണം. എന്തായാലും മഹിമ അറസ്റ്റിലാവുകയാണെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ ഏറ്റവും വലിയ എതിരാളി ഇല്ലാതാവും. മഹിമയില്ലെങ്കിൽ പിന്നെ ഗിരിയുടെയും മഞ്ജുവിന്റെയും മുകുന്ദന്റെയും ഒക്കെ ആവേശം അങ്ങ് അടങ്ങും. അവളെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിരിക്കും അവരെല്ലാം ശ്രമിക്കുന്നത്. ആ സമയം നോക്കി നമുക്കവരെ എല്ലാം ഒറ്റയടിക്ക് തീർക്കണം. ഈ നാടിനെ കയ്യിലൊതുക്കാൻ ഒരേ ഒരു രാജാവായ ഞാനുണ്ട്. ഇവിടെ ഞാൻ മാത്രം മതി.